നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. കരുവാറ്റ ലീഡിംഗ് ചാനലിന് കുറുകെ നിർമ്മിക്കുന്ന നാലുചിറ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നു. പാലത്തിന്റെ അവസാനവട്ട പ്രവൃത്തികൾ 2 മാസത്തിനുള്ളിൽ പൂർത്തിയാകുമെന്ന് എച്ച് സലാം MLA. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ BKMU ആലപ്പുഴ ജില്ലാ പ്രവർത്തക യോഗം ചേർന്നു. ആലപ്പുഴ TV സ്മാരക ഹാളിൽ സംഘടിപ്പിച്ച യോഗം BKMU സംസ്ഥാന പ്രസിഡന്റ് ചിറ്റയം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് 341 പോയിന്റുമായി ഓവറോൾ ചാമ്പ്യൻഷിപ്പും 254 പോയിന്റുമായി കലാകിരീടവും നേടി. സമാപന സമ്മേളനവും വിജയികൾക്കുള്ള സമ്മാനദാനവും എച്ച് സലാം MLA നിർവഹിച്ചു. ശാസ്ത്ര നേട്ടങ്ങൾ മനുഷ്യ നന്മയ്ക്ക് ചരിത്ര സത്യങ്ങൾ മാനവ മുന്നേറ്റത്തിൽ നിന്ന് ആപ്തവാക്യവുമായി സംഘടിപ്പിച്ച ബാലസംഘം തുമ്പോളി വില്ലേജ് കാർണിവൽ ശ്രദ്ധേയമായി. അധ്യാപകനും നാടൻപാട്ട് കലാകാരനുമായ പുന്നപ്ര ജ്യോതികുമാർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R. നാസർ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര അവഗണനയ്ക്കെതിരെ പോരാടാം, ഭിന്നശേഷി സൗഹൃദ നവകേരളത്തിനായി അണിചേരാം എന്നതായിരുന്നു 6ാമത് ജില്ലാ സമ്മേളനത്തിന്റെ മുദ്രാവാക്യം. കരുമാടി KK കുഞ്ചുപിള്ള സ്മാരക ഗ്രന്ഥശാലയ്ക്ക് നൽകിയ LCD പ്രൊജക്ടറിന്റെ പ്രവർത്തനത്തിന് തുടക്കമായി. 50,000 രൂപ ചെലവിലാണ് പ്രൊജക്ടർ സ്ഥാപിച്ചിരിക്കുന്നത്. വാർത്തകൾ വിശദമായി. കരുവാറ്റ ലീഡിംഗ് ചാനലിന് കുറുകെ ഒരു നാടിന്റെ വികസന സ്വപ്നങ്ങൾ നെഞ്ചിലേറ്റി നാലുചിറ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നു. പാലത്തിന്റെ അവസാനവട്ട പ്രവൃത്തികൾ 2 മാസത്തിനുള്ളിൽ പൂർത്തിയാകുമെന്ന് എച്ച് സലാം MLA പറഞ്ഞു. കരുവാറ്റ ലീഡിംഗ് ചാനലിന് കുറുകെ ഒരു നാടിന്റെ വികസന സ്വപ്നങ്ങൾ നെഞ്ചിലേറ്റി നാലുചിറ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നു. പുറക്കാട് കരുവാറ്റ കരിനില കാർഷിക മേഖലയുടെ വളർച്ചയ്ക്ക് നാന്ദിയാകുന്ന പാലത്തിന്റെ അവസാനഘട്ട നിർമ്മാണ പ്രവൃത്തികൾ 2 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാനാകുമെന്ന് എച്ച് സലാം MLA പറഞ്ഞു. പാലത്തിന്റെ ഇരുകരകളിലുമായി നദിയുടെ കടവ് വരെയുള്ള അപ്രോച്ച് റോഡിന്റെ ടാറിംഗ് ജോലികൾ പൂർത്തിയായി. BMBC നിലവാരത്തിലാണ് അപ്രോച്ച് റോഡ് പൂർത്തിയാക്കിയത്. ആദ്യ പിണറായി വിജയൻ സർക്കാർ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പാലം നിർമ്മാണത്തിന് 38 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയത്. നിർമ്മാണ പൂർത്തീകരണത്തിന് 2ാം പിണറായി സർക്കാർ 2024 മാർച്ചിൽ 54.96 കോടി രൂപയുടെ പുതുക്കിയ സാമ്പത്തികാനുമതി കിഫ്ബിയിൽ നിന്ന് ലഭ്യമാക്കിയാണ് പാലം ഗതാഗതത്തിന് സജ്ജമാക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പ് ബ്രിഡ്ജസ് ഡിസൈൻ യൂണിറ്റ് രൂപരേഖ തയ്യാറാക്കിയ പാലത്തിന് സംസ്ഥാനത്തെ ആദ്യ എക്സ്ട്രാ ഡോസ്ഡ് കേബിൾ സ്റ്റോയിഡ് എന്ന നൂതന സാങ്കേതിക വിദ്യയിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. 458 മീറ്റർ നീളത്തിലും 11 മീറ്റർ വീതിയിലും പൂർത്തിയാകുന്ന പാലത്തിന് നദിയിൽ തൂണുകൾ നൽകാതെ 70 മീറ്റർ നീളമുള്ള സെൻട്രൽ സ്പാനാണുള്ളത്. 42 മീറ്റർ നീളമുള്ള 2ഉം 24.5 മീറ്റർ നീളമുള്ള 2ഉം 12 മീറ്റർ നീളമുള്ള 17ഉം 19.8 മീറ്ററുള്ള 2 സ്പാനുകളുമാണ് പാലത്തിന് നിലവിലുള്ളത്. പ്രീഡ്രസ്ഡ് ബോക്സ് ഗർഡർ കേബിളുകളും സ്റ്റോയിഡ് ചേർന്നുള്ള നിർമ്മാണവുമാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. ദേശീയപാത 66 സമാന്തരമായി തോട്ടപ്പള്ളി കൊട്ടാരവളവിൽ നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞ് നാലുചിറ പാലം കടന്നാൽ നിർമ്മാണം പുരോഗമിക്കുന്ന കൊട്ടാരവളവ് ബൈപ്പാസിലെത്താം. ഇതുവഴി കരുമാടി ജംഗ്ഷനിലും അവിടെ നിന്ന് കിഴക്കോട്ട് തിരുവല്ലയിലേക്കോ പടിഞ്ഞാറോട്ട് ദേശീയപാതയിലേക്കോ വേഗത്തിൽ എത്തിച്ചേർന്ന് വാഹനയാത്രക്കാർക്ക് കുറഞ്ഞ സമയത്തിൽ ലക്ഷ്യസ്ഥാനത്തിൽ എത്തിച്ചേരാം. തോട്ടപ്പള്ളിയിലെയും കരുവാറ്റയിലെയും ഏക്കർ കണക്കിന് കരിനില പാടശേഖരങ്ങളിൽ കൃഷി സുഗമമാക്കുന്നതിനും കാർഷികോൽപ്പന്നങ്ങൾ റോഡ് മാർഗം എത്തിക്കുന്നതിനും പാലം സഹായകരമാകും. പാടശേഖരങ്ങളും തെങ്ങിൻ തോപ്പുകളും നിറഞ്ഞ ഗ്രാമീണാന്തരീക്ഷത്തിലുള്ള യാത്ര ആഭ്യന്തര വിദേശ വിനോദസഞ്ചാരികൾക്ക് മുതൽക്കൂട്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ BKMU ആലപ്പുഴ ജില്ലാ പ്രവർത്തക യോഗം ചേർന്നു. ആലപ്പുഴ TV സ്മാരക ഹാളിൽ സംഘടിപ്പിച്ച യോഗം BKMU സംസ്ഥാന പ്രസിഡന്റ് ചിറ്റയം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. ഭൂമി തരം മാറ്റുമ്പോൾ സർക്കാർ ഈടാക്കുന്ന തുക കർഷക തൊഴിലാളി ക്ഷേമനിധിയുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ വിനിയോഗിക്കണമെന്ന് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ BKMU സംസ്ഥാന പ്രസിഡന്റും ഡെപ്യൂട്ടി സ്പീക്കറുമായ ചിറ്റയം ഗോപകുമാർ ആവശ്യപ്പെട്ടു. കർഷക തൊഴിലാളികളുടെ ക്ഷേമത്തിനായി തുടങ്ങിവെച്ച കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് സാമ്പത്തിക പരാധീനതകൾ മൂലം അതിവർഷ ആനുകൂല്യം കൊടുക്കാതെ ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കാതെയും മുന്നോട്ടു പോവുകയാണെന്നും ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ ഉതകുന്ന നിലപാടെന്ന നിലയ്ക്കാണ് അദ്ദേഹം ഈ അഭിപ്രായം പങ്കുവച്ചത്. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ പ്രവർത്തക യോഗം TV സ്മാരകത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് കർഷക തൊഴിലാളികൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കർഷക തൊഴിലാളി ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്.
AITUCയുടെ ജാഥയിലും ഈ വിഷയം നമ്മൾ ഉന്നയിച്ചതാണ്. കർഷക തൊഴിലാളി ക്ഷേമനിധി അംഗങ്ങൾക്ക് ആ ക്ഷേമനിധിയിൽ അംഗങ്ങളായി പിരിഞ്ഞു പോയിട്ടുള്ളവർ, 60 വയസ്സ് കഴിഞ്ഞ് പിരിഞ്ഞു പോയിട്ടുള്ളവർ, അവർക്ക് കൊടുക്കാനുള്ള ആനുകൂല്യം ഏകദേശം 540 കോടി രൂപ ഇപ്പോൾ കുടിശ്ശിക. 2016 മുതലുള്ള 2011 മുതലുള്ള കുടിശ്ശികയുണ്ട്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ കാലം മുതലുള്ള കുടിശ്ശികയാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗമായി ചേരുന്ന തൊഴിലാളി അടയ്ക്കുന്ന അംശാദായത്തിന് തുല്യമായ BKMU ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R. അനിൽകുമാർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. CPI ജില്ലാ സെക്രട്ടറി GJ ആഞ്ചലോസ്, R. സുരേഷ്, AK സജു എന്നിവർ സംസാരിച്ചു. B. ലാലി യോഗത്തിന് സ്വാഗതവും സാറാമ തങ്കപ്പൻ നന്ദിയും പറഞ്ഞു. ജില്ലാതല കേരളോത്സവത്തിൽ പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് 341 പോയിന്റുമായി ഓവറോൾ ചാമ്പ്യൻഷിപ്പും 254 പോയിന്റുമായി കലാകിരീടവും നേടി. സമാപന സമ്മേളനവും വിജയികൾക്കുള്ള സമ്മാനദാനവും അമ്പലപ്പുഴ MLA H. സലാം നിർവഹിച്ചു. ജില്ലാതല കേരളോത്സവത്തിൽ പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് 341 പോയിന്റുമായി ഓവറോൾ ചാമ്പ്യൻഷിപ്പും 254 പോയിന്റ് നേടി കലാകിരീടവും നേടി. കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് 298 പോയിന്റുമായി ഓവറോൾ ചാമ്പ്യൻഷിപ്പ് 2ാം സ്ഥാനവും 198 പോയിന്റ് നേടി കലാകിരീടം 2ാം സ്ഥാനവും കരസ്ഥമാക്കി. കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്തിലെ ഗായത്രി നായർ 36 പോയിന്റ് നേടി കലാതിലകമായി. അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിലെ മഹേശ്വർ 28 പോയിന്റ് നേടി കലാപ്രതിഭയായും തെരഞ്ഞെടുക്കപ്പെട്ടു. കായിക ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളിൽ ജൂനിയർ വിഭാഗത്തിൽ ആര്യാട് ബ്ലോക്കിലെ U. വിഷ്ണു, വനിതാ വിഭാഗത്തിൽ പട്ടണക്കാട് ബ്ലോക്കിലെ MS. സരിക, സീനിയർ ഗേൾസിൽ കഞ്ഞിക്കുഴി ബ്ലോക്കിലെ KL. അലീന, സീനിയർ ബോയ്സിൽ അതുൽ ഷാജി എന്നിവർ ചാമ്പ്യൻഷിപ്പ് പട്ടം കരസ്ഥമാക്കി. 3 ദിവസങ്ങളിലായി അമ്പലപ്പുഴയിലെ വിവിധ വേദികളിലായാണ് ജില്ലാതല കേരളോത്സവം നടത്തിയത്. പ്രധാന വേദിയായ അമ്പലപ്പുഴ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സമാപന സമ്മേളനം H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. വിജയികൾക്കുള്ള സമ്മാനങ്ങളും MLA വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ചടങ്ങിൽ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ബിനു ഐസക് രാജു, TS. താഹ, അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാകേഷ്, പഞ്ചായത്ത് പ്രസിഡന്റ്മാരായ ശോഭ ബാലൻ, PG. സൈറസ്, സജിത സതീശൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് R. റിയാസ്, P. അഞ്ജു, മഞ്ജുള ദേവി, K. തുഷാര, G. ആതിര, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. രമേശൻ, ജില്ലാ യൂത്ത് പ്രോഗ്രാം ഓഫീസർ B. ഷീജ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി KR. ദേവദാസ് എന്നിവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഗീതാ ബാബു ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ശാസ്ത്ര നേട്ടങ്ങൾ മനുഷ്യ നന്മയ്ക്ക്, ചരിത്ര സത്യങ്ങൾ മാനവ മുന്നേറ്റത്തിന് എന്ന ആപ്തവാക്യവുമായി സംഘടിപ്പിച്ച ബാലസംഘം തുമ്പോളി വില്ലേജ് കാർണിവൽ ശ്രദ്ധേയമായി. അധ്യാപകനും നാടൻപാട്ട് കലാകാരനുമായ പുന്നപ്ര ജ്യോതികുമാർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ശാസ്ത്ര നേട്ടങ്ങൾ മനുഷ്യ നന്മയ്ക്ക്, ചരിത്ര സത്യങ്ങൾ മാനവ മുന്നേറ്റത്തിന് എന്ന ആപ്തവാക്യവുമായി സംഘടിപ്പിച്ച ബാലസംഘം തുമ്പോളി വില്ലേജ് കാർണിവൽ ശ്രദ്ധേയമായി. ആലപ്പുഴ കാഞ്ഞിരംചിറ വെള്ളാപ്പള്ളി സ്കൂളിന് സമീപം സംഘടിപ്പിച്ച പരിപാടി അധ്യാപകനും നാടൻപാട്ട് കലാകാരനുമായ പുന്നപ്ര ജ്യോതികുമാർ ഉദ്ഘാടനം ചെയ്തു. ഞാനും നീയുമല്ല, നമ്മളൊന്നാണെന്ന സന്ദേശമാണ് എല്ലാവരും ഉൾക്കൊള്ളേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. കാർണിവൽ സ്വാഗത സംഘം കൺവീനറും നഗരസഭാ കൗൺസിലറുമായ P. റഹിയാനത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. PJ. ആന്റണി സന്ദേശം നൽകി. സ്വാഗത സംഘം ചെയർമാൻ TJ. കുഞ്ഞുമോൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. സ്വാഗത സംഘം രക്ഷാധികാരി PH. അബ്ദുൽ ഗഫൂർ, പ്രസിഡന്റ് റിഫാന രതീഷ്, സെക്രട്ടറി ശ്രേയ ജയപാൽ, മേഖലാ കമ്മിറ്റി ചെയർമാൻ TJ. കുഞ്ഞുമോൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിനെ തുടർന്ന് ബാലസംഘം ഏരിയ കമ്മിറ്റി അംഗം റിസ്വാന രതീഷിന്റെ നേതൃത്വത്തിൽ വിവിധ കായിക മത്സരങ്ങളും വിവിധ കലാപരിപാടികളും അരങ്ങേറി. പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ശാസ്ത്ര പ്രദർശനവും ശ്രദ്ധയാകർഷിച്ചു. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R. നാസർ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര അവഗണനയ്ക്കെതിരെ പോരാടാം, ഭിന്നശേഷി സൗഹൃദ നവകേരളത്തിനായി അണിചേരാം എന്നതായിരുന്നു 6ാമത് ജില്ലാ സമ്മേളനത്തിന്റെ മുദ്രാവാക്യം. കേന്ദ്ര അവഗണനയ്ക്കെതിരെ പോരാടാം, ഭിന്നശേഷി സൗഹൃദ നവകേരളത്തിനായി അണിചേരാം എന്ന മുദ്രാവാക്യമുയർത്തി കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ 6ാമത് ജില്ലാ സമ്മേളനം ആലപ്പുഴയിൽ നടന്നു. ആലപ്പുഴ NGO യൂണിയൻ ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R. നാസർ ഉദ്ഘാടനം ചെയ്തു. ദിവസം തൊഴിൽ കൊടുക്കാൻ പറ്റാം. അത് പരിമിതപ്പെടുത്തി കേവലം 10, 20, 25 ദിവസം മാത്രം തൊഴിൽ കിട്ടുന്ന രൂപത്തിലേക്ക് ആ പദ്ധതി എത്തി. അതാണല്ലോ ഏറ്റവും ഇന്ന് ഇന്ത്യ രാജ്യത്ത് പട്ടിണിക്കാരുടെ എണ്ണം കൂടി വരികയാണ്. അങ്ങനെ വരുമ്പോൾ പട്ടിണി കിടന്ന് മരിക്കാതെ ജീവിക്കുന്ന ഒരു പദ്ധതിയാണ്. ഈ പണം കൊണ്ടാണ് ചിലരും ജീവിച്ചു പോകുന്നത്.
ലോകത്തെ ഏറ്റവും കൂടുതൽ പട്ടിണിക്കാരുടെ നാടാണ് നമ്മുടെ നാട്. നമുക്ക് പുറകെ ആരുമില്ല. ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യങ്ങളൊന്നുമാണ്. ആ ജനസംഖ്യയുള്ള രാജ്യത്ത് നമ്മളിന്ന് 127 രാജ്യങ്ങളിൽ 105 സ്ഥാനത്ത് വരുമ്പോൾ നമ്മുടെ പട്ടിണി എന്തുമാത്രമാണ്, ദാരിദ്ര്യം എന്തുമാത്രമാണ്. കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അമ്പിളിക്കല സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. KRTA ജില്ലാ ജോയിന്റ് സെക്രട്ടറി ധന്യമോൾ രക്തസാക്ഷി പ്രമേയവും ജില്ലാ ഉപാധ്യക്ഷ ജിലിമോൾ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. അസോസിയേഷൻ സംസ്ഥാന ഉപാധ്യക്ഷ ജസിയം ആന്റണി, KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം C ജ്യോതികുമാർ, KSTA ജില്ലാ സെക്രട്ടറി PD ജോഷി, DYFI ജില്ലാ സെക്രട്ടറി ജെയിംസ് സാമുവൽ, AP സിജിൻ, ജെസി തുടങ്ങിയവർ സംസാരിച്ചു. അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി AK ബീന സ്വാഗതവും ജില്ലാ ട്രഷറർ ബിൻസി എലിസബത്ത് നന്ദിയും പറഞ്ഞു. വയലാർ രാമവർമ്മ ഗ്രന്ഥശാല ആൻഡ് വായനശാലയുടെ ആഭിമുഖ്യത്തിൽ മഹാകവി കുമാരനാശാൻ ചരമശതാബ്ദി വാർഷികം ആചരിച്ചു. സലാം MLA പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വയലാർ രാമവർമ്മ ഗ്രന്ഥശാല ആൻഡ് വായനശാലയുടെ ആഭിമുഖ്യത്തിൽ മഹാകവി കുമാരനാശാൻ ചരമശതാബ്ദി വാർഷികം ആചരിച്ചു. കുമാരനാശാന്റെ ജീവിതമായും കാവ്യസൃഷ്ടികളുമായി ബന്ധപ്പെട്ട് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരവും ചണ്ടാല ഭിക്ഷുകയുടെ വർത്തമാനകാല വായന എന്ന വിഷയത്തിൽ ചർച്ചയും സംഘടിപ്പിച്ചിരുന്നു. സലാം MLA ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്നത്തെ ഒരു കാലത്ത് വളരെയേറെ പ്രസിദ്ധമായിട്ടുള്ളതാണ്. അതിലെ ഒരു കൃതി കണ്ടാരക്കുച്ചിയുടെ വർത്തമാനകാലത്ത് വായന എന്നുള്ളതാണ് വിഷയം. അവതാരകന്റെ അതിനെ കടന്നു പറയും. കുമാരനാശാന്റെ ഓരോ കൃതികളിലും ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത സാമൂഹികമായ പ്രത്യേകതയുള്ള ഒന്നാണ് എന്ന് കാണാൻ പറ്റും. അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് മാറി നിന്നിട്ടുള്ള കൃതി പലപ്പോഴും കുമാരനാശാനെ കാണാൻ പറ്റില്ല. പല പഴയ സാഹിത്യകാരന്മാരുടെ കൃതികളെല്ലാം വായിച്ചാലും കാണുന്ന പ്രത്യേകത അതേപോലെ സമൂഹവുമായി വല്ലാത്തൊരു ബന്ധം നീക്കുന്ന സാഹിത്യ സൃഷ്ടികളാണ് എന്നതാണ്. അവരെല്ലാം ജീവിച്ചൊരു കാലത്ത് സമൂഹത്തിന്റെ ജീവിത യാഥാർത്ഥ്യങ്ങളെ കാവ്യമായി നോവൽ എങ്ങനെയൊക്കെയാണ് ആശാന്റെ കൃതികൾ നോക്കിയാലും തലയുടെ നോവലുകൾ വായിച്ചാലും ചങ്ങമ്പുഴയുടെ കൃതികൾ വായിച്ചാൽ ഏത് നിലയിൽ ആ കാലഘട്ടത്തിലെല്ലാം നമുക്ക് ഇത് കാണാൻ പറ്റും. കപ്പക്കട PKC സ്മാരക ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ V ഉപേന്ദ്രൻ അധ്യക്ഷനായി. A ഓമനക്കുട്ടൻ, പുന്നപ്ര ജ്യോതികുമാർ, R രാജിമോൻ, ലക്ഷ്മി തോട്ടപ്പള്ളി, അമലേന്ദു എന്നിവർ സംസാരിച്ചു. K മോഹൻകുമാർ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കരുവാറ്റ ലീഡിംഗ് ചാനലിന് കുറുകെ നിർമ്മിക്കുന്ന 4 ചിറ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നു. പാലത്തിന്റെ അവസാനവട്ട പ്രവൃത്തികൾ 2 മാസത്തിനുള്ളിൽ പൂർത്തിയാകുമെന്ന് സലാം MLA. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ BKMU ആലപ്പുഴ ജില്ലാ പ്രവർത്തക യോഗം ചേർന്നു. ആലപ്പുഴ TV സ്മാരക ഹാളിൽ സംഘടിപ്പിച്ച യോഗം BKMU സംസ്ഥാന പ്രസിഡന്റ് ചിറ്റയം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് 341 പോയിന്റുമായി ഓവറോൾ ചാമ്പ്യൻഷിപ്പും 254 പോയിന്റുമായി കലാകിരീടവും നേടി. സമാപന സമ്മേളനവും വിജയികൾക്കുള്ള സമ്മാനദാനവും സലാം MLA നിർവഹിച്ചു. ശാസ്ത്ര നേട്ടങ്ങൾ മനുഷ്യ നന്മയ്ക്ക് ചരിത്ര സത്യങ്ങൾ മാനവ മുന്നേറ്റത്തിൽ നിന്ന് ആപ്തവാക്യവുമായി സംഘടിപ്പിച്ച ബാലസംഘം തുമ്പോളി വില്ലേജ് കാർണിവൽ ശ്രദ്ധേയമായി. അധ്യാപകനും നാടൻപാട്ട് കലാകാരനുമായ പുന്നപ്ര ജ്യോതികുമാർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസർ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര അവഗണനയ്ക്കെതിരെ പോരാടാം, ഭിന്നശേഷി സൗഹൃദ നവകേരളത്തിനായി അണിചേരാം എന്നതായിരുന്നു 6ാമത് ജില്ലാ സമ്മേളനത്തിന്റെ മുദ്രാവാക്യം. കരിമാടി KK കുഞ്ചുപിള്ള സ്മാരക ഗ്രന്ഥശാലയ്ക്ക് നൽകിയ LCD പ്രൊജക്ടറിന്റെ പ്രവർത്തനത്തിന് തുടക്കമായി. 50,000 രൂപ ചെലവിലാണ് പ്രൊജക്ടർ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.